ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രമേഷ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രകൃതിയോട് ചേർന്ന സ്ഥലത്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നല്ലപോലെ കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ വടവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലക്കാട് പോകുന്ന വഴിയിൽ കരിപ്പോട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കുഞ്ഞ് ഹോട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അമ്മു ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളൊന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കറണ്ട് കിട്ടുന്നു. ഫ്രണ്ട്സ്, ഞാൻ അമ്മു ഹോട്ടലിലേക്ക് വന്നപ്പോൾ തന്നെ ഏകദേശം 1 മണിയായി. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇലയിട്ട് ഒരു ഭക്ഷണം വിളമ്പിയിട്ടാം. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നമുക്ക് വിളമ്പിയതെന്ന് അമ്മ നമുക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ അമ്മയോട് ചോദിച്ചറിയാം. ഏതൊക്കെ കറികൾ നമ്മുടെ ഒരു ചക്കയും മാങ്ങയും പുളിയവരയും കൂടെ ഒരു കറി, ഒരു കൊത്താര ഉപ്പേരി, ഒരു മാങ്ങ അച്ചാർ, ഒരു പപ്പടം, മീൻ വറുത്തത്, പിന്നെ മീൻ വറുത്തത്. അത് മത്തിയാണല്ലേ? മത്തി വറുത്തത്, സാമ്പാർ, മീൻകറി, രസം, മോര്. ഫ്രണ്ട്സ്, അത് കാളേജ് മീനിൻ്റെ കറിയായിരുന്നു കേട്ടോ. കാളേജ് മീൻ എന്ന് പറഞ്ഞാൽ പാലക്കാട് ഭാഗത്തൊക്കെ പോട്ടമീൻ, കാളേജ് മീൻ എന്നൊക്കെ പറയുന്നത്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ തിലോഫിയ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ മീനും തേങ്ങ അരച്ച് വെച്ച കറിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ആ മീൻ കറിയും കൂടി ചോറുണ്ട് നോക്കി. അതിന് ശേഷം നമ്മൾ കൊത്തവരയ്ക്ക് ഉപ്പേരി കൂട്ടി ചോറുണ്ട് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കൊത്തവരയ്ക്ക് ഉപ്പേരിയൊക്കെ നല്ല ഫ്രഷ് കൊത്തവരയ്ക്കായിരുന്നു കേട്ടോ. അതുകൊണ്ടിപ്പം തന്നെ തേങ്ങ ഇട്ട് വെച്ച കൊത്തവരയ്ക്ക് ഉപ്പേരിയായിരുന്നു. അതും കൂടി കഴിച്ച് നോക്കി. കുറച്ച് നമ്മൾ അച്ചാറും കഴിച്ച് നോക്കിയിട്ടോ. അതിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റായിരുന്നു അച്ചാറിന്. അച്ചാറാണെങ്കിൽ പറയാനായിട്ട് ഒരു രക്ഷയില്ല എനിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ കണ്ണിമാങ്ങ അച്ചാറൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റായിരുന്നു കേട്ടോ ആ മാങ്ങ അച്ചാറിന്. അപ്പം കണ്ണിമാങ്ങ അച്ചാറിൻ്റെ വേറൊരു രീതി. ഇത് കഷ്ണങ്ങളായിട്ടുള്ള മാങ്ങ അച്ചാർ. നല്ല ചോറും ആ മീൻ കറിയൊക്കെ കൂടി ആസ്വദിച്ച് ഞാനിങ്ങനെ കഴിക്കായിരുന്നു കേട്ടോ. കൂടെ തന്നെ ആ മീൻ വറുത്തതും ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കി. നല്ല മുരിഞ്ഞ മത്തി വറുത്തതായിരുന്നു കേട്ടോ. അത് മത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്തൊക്കെ പാലക്കാടൻ ഭാഗത്തൊക്കെ മത്തി എന്ന് പറയാം, മറ്റുള്ള ഭാഗത്ത് ചാള എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതും കൂടി കഴിച്ച് നോക്കി. ഒരു രക്ഷയിൽ പറയാനായിട്ട്. മീനൊക്കെ ഈ വെളിച്ചെണ്ണയിലായിട്ടാണ് വറുക്കുന്നത് കേട്ടോ അവർ. അപ്പോൾ അതിൻ്റേതായ ഒരു രുചി ഉണ്ടായിരുന്നു മീനിന്. ഫ്രണ്ട്സ്, കുറച്ച് മാങ്ങച്ചാറും കുറച്ച് കൊത്തവരയ്ക്ക് ഉപ്പേരി, കുറച്ച് പുളിയവരയ്ക്കും ഇടിച്ചക്കയും മാങ്ങയും കൂടിയുള്ള കറിയും കൂടി കൂട്ടി കുഴച്ച് കറിവേപ്പിലൊക്കെ മാറ്റി വെച്ച് കഴിച്ച് നോക്കിയിട്ടാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു. ഒരു വ്യത്യസ്തമായ ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല എനിക്ക് പറയാനായിട്ട്. ആ പുളിയവരയ്ക്കും മാങ്ങയും
ഇടിച്ചക്കയും കൊണ്ട് ഉള്ള കറി, തേങ്ങ അരച്ച് വെച്ച കറി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല പറയാനായിട്ട്. കൂടെ തന്നെ കുറച്ച് അല്പം മത്തിയുടെ പീസും അടർത്തിയെടുത്ത് കഴിച്ച് നോക്കിയിട്ടും ആ മുരിഞ്ഞ മത്തിയാണെങ്കിൽ അടിപൊളിയായിരുന്നു കഴിക്കാനായിട്ട്. മുള്ളൊന്നും തീരെ ഇല്ലായിരുന്നു മത്തിയിൽ. അപ്പോൾ ഇങ്ങനെ ആസ്വദിച്ച് ഞാനിങ്ങനെ കഴിച്ച് നോക്കിയിട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഇലയൊക്കെ കാലിയായിട്ടോ. അപ്പോൾ അവിടെ ഒരു ഗ്ലാസ് മോരും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോരും വെള്ളത്തിലാണെങ്കിൽ കറിവേപ്പിലയും നാരങ്ങയുടെ ഇലയും മല്ലിത്താഴയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ ആസ്വദിച്ച് കുടിച്ചു. പച്ചമുളക് ഉണ്ടായിരുന്നു, നല്ലൊരു എരിവും ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ഒരു വ്യത്യസ്തമായ ടേസ്റ്റ്. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ ആ അമ്മയോട് ചോദിച്ചറിയാം കേട്ടോ. എത്ര വർഷം കട തുടങ്ങിയിട്ട്? അമ്മേൻ്റെ പേര് എന്തൊക്കെയാണ് കഴിക്കാനുള്ളത് നമ്മുടെ ഇത്? രാവിലെ ഇഡ്ഡലി, ദോശ, നൂൽപുട്ട്, ചായ. ഉച്ചയ്ക്ക് ചോറ് മാത്രമേ ഉള്ളൂ? ചോറും മീനും. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും മറക്കരുത്. തൊട്ടടുത്താണ് ബെല്ലിൻ്റെ ചിഹ്നം കൂടി അമർത്താൻ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.